ശ്രീ പ്രമോദ് നാരായണൻ. മണ്ണിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ അനുവദിച്ച സ്റ്റീൽ നടപ്പാലത്തിന്റെ നിർമ്മാണത്തിലെ കാലതാമസം പരിഹരിക്കാൻ എത്രയും വേഗം നടപടിയുണ്ടാകണം എന്നതാണ് എൻ്റെ സബ്മിഷൻ. 3 വശം വനവും മുമ്പിൽ പമ്പയുമുള്ള അരയാഞ്ഞിലിമണ്ണിലെയും കുരുമ്പൻമൂഴിയിലെയും ജനങ്ങൾ നദി കടക്കാൻ ആശ്രയിക്കുന്ന കോസ്വേകൾ മഴക്കാലത്ത് മുങ്ങിപ്പോയാൽ അവർ ഒറ്റപ്പെട്ടു പോകുന്ന പ്രശ്നം MLA എന്ന നിലയിൽ നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും 2022 സെപ്റ്റംബർ 24 സ്ഥലം സന്ദർശിച്ച അന്ന് മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ കുരുമ്പൻമൂഴിയിൽ 3.97 കോടി രൂപയും അരയാഞ്ഞിലിമണ്ണിൽ 2.69 കോടി രൂപയും സ്റ്റീൽ നിർമ്മിത നടപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു. കുരുമ്പൻമൂഴിയിൽ പദ്ധതി ടെൻഡർ ചെയ്യുകയും സ്ഥലപരിശോധന അടക്കം നടക്കുകയും ചെയ്തെങ്കിലും അരയാഞ്ഞിലിമണ്ണിൽ PWD പാലം വിഭാഗം തന്നെ നിർമ്മാണം നടത്തണം എന്ന നിർദ്ദേശമുണ്ടായതിനെ തുടർന്ന് പദ്ധതി ആരംഭിക്കാൻ കഴിഞ്ഞില്ല. PWD പാലം വിഭാഗം തങ്ങൾക്ക് ഇതിന് വൈദഗ്ധ്യമില്ല എന്ന് കാണിച്ച് കത്തു നൽകിയിട്ട് മാസങ്ങളായി. സർ, മഴക്കാലമായാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ആളുകൾക്ക് തൊഴിലിന് പോകാൻ കഴിയുന്നില്ല, അവിടെയുള്ള രോഗികൾക്ക് ഗർഭിണികൾക്ക് മരുന്നെത്തിക്കാൻ NDRF ടീമിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ പ്രശ്നത്തിന് സമയബന്ധിതമായി പരിഹാരമുണ്ടാകണമെന്ന് കാണിച്ച് കത്തുകൾ നിരവധി തവണ നൽകി. ബഹുമാനായ മന്ത്രി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ച ആദ്യ നിവേദനങ്ങളിൽ ഒന്ന് ഇതിന് പരിഹാരം കാണണം എന്നതായിരുന്നു. സർ, ഈ പ്രശ്നത്തിന് സമയബന്ധിതമായി പരിഹാരം കാണാനും അരയാഞ്ഞിലിമണ്ണിലെ ജനങ്ങൾ ഈ മഴക്കാലത്തും ഒറ്റപ്പെട്ടു പോവുകയുണ്ടായി. അവരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ട് 2 സ്ഥലത്തെയും നടപ്പാലങ്ങളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനും അടിയന്തര നടപടി ഉണ്ടാകണം. നിയമപരമായ സങ്കീർണതകൾ പറഞ്ഞ് ഇനിയും ഈ കാലതാമസം തുടർന്നു പോകരുത് എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ബഹുമാനപ്പെട്ട പട്ടികവർഗ പിന്നാക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. സർ, ഈ പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജകമണ്ഡലത്തിലെ പെരുന്നാട് പഞ്ചായത്തിൽ ഏകദേശം 190 കുടുംബങ്ങളിലായി 1000-ലധികം ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തേക്ക് നദിക്ക് കുറുകെ ഒരു പാലം വേണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടി 2023 പദ്ധതി തയ്യാറാക്കുകയും ആ പദ്ധതിക്ക് ഭരണാനുമതി നൽകി പൊതുമരാമത്ത് വകുപ്പിനെ അത് ഏൽപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പൊതുമരാമത്ത് വകുപ്പിന് ആ പ്രവൃത്തി സാങ്കേതികമായി നിർമ്മിക്കാൻ ചില പ്രയാസമുള്ളതുകൊണ്ട് പദ്ധതി നിലച്ചു പോവുകയും അതിൻ്റെ ഭരണാനുമതി നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വീണ്ടും ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഒരു പുതുക്കിയ എസ്റ്റിമേറ്റും ഒരു പുതുക്കിയ ഭരണാനുമതിയും കൊടുത്ത് അക്രഡിറ്റ് ഏജൻസിയെ ചുമതലപ്പെടുത്തി പ്രസ്തുത പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണാനുമതി വീണ്ടും വകുപ്പ് നൽകിയിട്ടുണ്ട്. ആ പാലം അടിയന്തരമായി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.